നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തയാളെ കൊടകര പോലീസ് പിടികൂടി. SNDP യോഗം കൊടകര യൂണിയൻ നേതൃസംഗമം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 11ാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സംയുക്തമായി കരിയർ എക്സ്പോ 2K25 സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തയാൾ പോലീസ് പിടിയിൽ. കാട്ടൂർ മുനിയം സ്വദേശി കോഴിപ്പറമ്പൻ വീട്ടിൽ 30 വയസ്സുള്ള പ്രണവിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. മാർച്ച് 14-നായിരുന്നു സംഭവം. രാത്രി 7:45 കൊടകരയിലെ കല്ലട ബാറിൽ ഒരാൾ അമിതമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ കൊടകര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുരേഷ് EA, ASI ഗോകുലൻ, സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും യൂണിഫോമിൽ പിടിച്ചുവലിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് പ്രണവിനെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു. പ്രണവിന് കാട്ടൂർ, കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലൊക്കെയായി 4 വധശ്രമ കേസും 3 അടിപിടി കേസും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിന് 2022 കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമടക്കം 17 ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മറ്റുള്ളവർക്ക് വോട്ട് കുത്തിക്കൊടുക്കുന്ന യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈഴവൻ്റെ ഭാര്യയും മക്കളുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടുതൽ. ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ഈഴവർക്ക് രാഷ്ട്രീയ അധികാരം കൈവരണം. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി നേടാനാവൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, അനൂപ് K ദിനേശൻ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, NB മോഹനൻ, സുമാ ഷാജി, AB വിശ്വംഭരൻ തന്ത്രി തുടങ്ങിയവർ പ്രസംഗിച്ചു. നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അമൽ C രാജൻ, JRF അവാർഡ് നേടിയ NB ലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ ആദരിച്ചു. കൊടുക്കാനുള്ള യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയപ്പോൾ കേരളത്തിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് ഈഴവനിടനിൽക്കുന്നു. ഈഴവനെല്ലാം തൊഴിലുറപ്പിലാണ്. ഈഴവന്റെ വീട്ടിലെ അവരുടെ ഭാര്യ മക്കളൊക്കെ ആയിരിക്കും തൊഴിലുറപ്പിൽ. ജനിച്ച വീട്ടിൽ ജീവിക്കാൻ രാഷ്ട്രീയ അധികാരം അനിവാര്യമാണ്. ഏത് പാർട്ടിയായാലും ഇതെല്ലാം മാറി ആണെങ്കിൽ സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ എന്ന ആ തിരിച്ചറിവ് നോക്കൊണ്ടാണ്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. 66 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 31 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടത്തിയ 161ാമത് ക്യാമ്പിന് ഡോക്ടർ ആൻജോസ്, MN പ്രിൻസ് ജോൺ, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. ജനപക്ഷത്ത് ചുവടുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് കരുത്തേറുന്നതെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു അഭിപ്രായപ്പെട്ടു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന്
ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാണിജ്യ താൽപ്പര്യങ്ങളെക്കാൾ സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വാർത്തകളിൽ നിറയേണ്ടതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മുഴുവൻ ഭാരവാഹികളും വനിതകളാണെന്നത് ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രണാമത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിച്ചു. ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശ്വത്തിനും പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ ACVയിലെ പ്രദീപ് ഉണ്ണിക്കും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം ചേലക്കര CCVയിലെ ധന്യമണികണ്ഠനും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ആൻറ്റോ കലേരിക്കും, കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശ്ശൂരിലെ ശിവപ്രസാദ് പട്ടാമ്പിക്കും, മികച്ച വാർത്താ ചിത്രത്തിനുള്ള AP തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിച്ചു. 5000 രൂപയും ഫലകവും വീതം അടങ്ങുന്നതായിരുന്നു ജില്ലാ പുരസ്കാരങ്ങൾ. സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ MLA ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തി. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ്, MS സുനിത, അമ്പിളി സോമൻ, മായ ശിവദാസൻ, പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത, പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് KN വേണു, പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ, ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി, KO ജോസ് കല്ലിങ്ങൽ, TV പോൾസൺ, സുനന്ദ നാരായണൻ, കലാഭവൻ ജയൻ എന്നിവർ സംസാരിച്ചു. സത്യസന്ധതയോടെ ആർജവത്തോടെ സമൂഹത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് വാണിജ്യപരമായ താൽപ്പര്യങ്ങളേതുമില്ലാതെ പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാശാലികളായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അവാർഡ് നൽകാൻ പ്രസ് ഫോറം തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വനിതകൾ സാരഥികളായിട്ടുള്ള ചാലക്കുടി പ്രസ് ഫോറം അത്തരത്തിൽ തങ്ങൾക്കിടയിലെ പ്രതിഭാശാലികൾക്ക് അംഗീകാരം കൊടുക്കാൻ തയ്യാറായ ഈ വേളയിൽ അത് ചെയ്യാൻ ഒരു വനിത തന്നെ വേണമെന്ന നിർബന്ധത്തോടു കൂടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 11ാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കൊടകര ടൗൺ NSS കരയോഗം പ്രസിഡന്റ് ML വേലായുധൻ നായർ അച്യുതമാരാരുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അരുൺ പാലാഴി, അജിത് വടക്കൂട്ട്, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, വിജിൽ മേനോൻ, റിനിത്ത് ചിറ്റിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് തൃപ്പേക്കുളം അച്യുതമാരായിരുന്നു സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു കണ്ട് ആയിട്ടുണ്ട്. ആളെ അത്രയും നല്ല പരിചയക്കാരനാണ്. അതിലും എനിക്ക് മറ്റേ കൂടുതലായിട്ട് മറ്റൊന്നും അറിയില്ല. ഇത് വളരെ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം വ്യക്തമായിട്ടറിയാം. കാരണം ഡോ എന്നുള്ളൊരു സ്നേഹത്തോടു കൂടിയിട്ടുള്ളൊരു വിളി ഉണ്ട്. അത് അനുഭവിച്ച സുഖം അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ അജിയുടെ ഉണ്ണി, വേണു, നമ്മുടെ വാവേട്ടൻ ഇവരൊക്കെ ആ സ്നേഹസ്വരൂപത്തിലുള്ള ഈ സംബോധനകൾ കേട്ട് തൃപ്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഒരു കാലത്ത് അച്ചുമാൻ്റെ സ്ഥിരം ആ കമ്പനിയിൽ പഞ്ചവാദ്യത്തിന് നടന്നിരുന്ന ഒരാളാണ്. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസും പരിസരവും 2ാം ഘട്ട ജനകീയ ശുചീകരണം ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് ശുചിത്വ കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, ഹരിത കേരള മിഷൻ RP ശ്രീദ PA, കോർഡിനേറ്റർ സജന എന്നിവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ശുചിത്വ സഭകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡുകളും ഇപ്പോൾ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഓഫീസുകൾ ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്നിട്ട് എല്ലാ വാർഡുകളിലും ശുചിത്വ സുന്ദരമായ റോഡുകളും ശുചിത്വ സുന്ദര ജംഗ്ഷനുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം തന്നെ 2025 മാർച്ച് 31 മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. വെറുതെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചാൽ പോരാ, അതിൻ്റെ അണിയറ പ്രവർത്തനം മുരിയാട് പഞ്ചായത്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതിൻ്റെ ഭാഗമായി ഓരോ വാർഡുകളും വീഴ്ചയാണ്, ഓരോ വീടുകളും ഹരിതഭവനങ്ങളാക്കിയാണ്, എല്ലാ വാർഡുകളിലും ശുചിത്വ സഭകൾ കൊടുക്കുന്നു, ആൾക്കാരെ ബോധവൽക്കരിക്കുന്നു. അങ്ങനെ ഏകദേശം മാർച്ച് 21 നമ്മുടെ എല്ലാ വാർഡുകളും ക്ലീൻ ആകുമ്പോൾ പഞ്ചായത്ത് നമുക്ക് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാലക്കുടി മരുത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവം 18-ന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16-ാം തീയതി നടക്കുന്ന ആദരണീയം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് V ഗീത, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാധാരമണൻ, കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ചാലക്കുടി രവി, ശിവപാലൻ സ്വാമി എന്നിവരെ ആദരിക്കും. സമ്മേളനത്തിന് ശേഷം നാദവൃന്ദ അവതരിപ്പിക്കുന്ന ഗാനമേള, 17-ാം തീയതി ക്ഷേത്രശുദ്ധി, ക്ഷേത്ര ചടങ്ങുകൾ, 18-ാം തീയതി വൈകിട്ട് 6:45-ന് ആശാ സുരേഷ് സോപാന സംഗീതം, രാത്രി 8:30-ന് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. 19-ാം തീയതി ക്ഷേത്ര ചടങ്ങുകൾ, രാത്രി 7-ന് ബാലെ, 20-ാം തീയതി രാവിലെ 9-ന് സമ്പൂർണ്ണ നാരായണ പാരായണം, വൈകിട്ട് 6:30-ന് വിനോദ് മാരാർ കാഞ്ഞശ്ശേരിയുടെ തായമ്പക, 8:15-ന് ചാക്യാർകൂത്ത്, 21-ന് രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, രാത്രി 7-ന് കൃഷ്ണനാട്ടം, 22-ന് വൈകിട്ട് 6:30-ന് നൃത്തസന്ധ്യ, 8 മണിക്ക് കഥകളി, 23-ാം തീയതി വലിയ വിളക്ക്, 11:30 മുതൽ പിറന്നാൾ സദ്യ, ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ സൗത്ത് ജംഗ്ഷനിൽ നിന്നും 3 ആനയ്ക്ക് എഴുന്നള്ളിപ്പ്, ഉച്ചതിരിഞ്ഞ് 4:30-ന് പെരുവനം സതീശന്മാരാരുടെ പഞ്ചാരിമേളം, രാത്രി 8:45-ന് പിറന്നാൾ സദ്യ, വിളക്കാചാരം, വിളക്കിന് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, 24-ന് വൈകിട്ട് 6:45-ന് കലാസസ്യ, രാത്രി പള്ളിവേട്ട, എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, 25-ന് രാവിലെ 7 മണിക്ക് ഗോപൂജ, രാവിലെ 8:30-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, കണ്ണമ്പുഴ ക്ഷേത്രക്കടവിൽ ആറാട്ട്, കൊടിക്കൽപ്പറ ആറാട്ട് കഞ്ഞി, വൈകിട്ട് ഭഗവതിക്ക് ദീപാരാധന, മേളം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ദിവസവും കൊടിപ്പുറത്ത് വിളക്ക്, വിളക്കിനെഴുന്നള്ളിപ്പ്, എല്ലാ ദിവസവും 2 നേരവും പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, I സദാനന്ദൻ, സെക്രട്ടറി KB മുരളീധരൻ, ആനന്ദകൃഷ്ണൻ പൊയ്ക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമസ്കാരം. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവം 2025 മാർച്ച് 18 മുതൽ 25 ഉത്സവം അവസാനിക്കും. അതിന് മുന്നോടിയായിട്ട് 16-ാം തീയതി മാർച്ച് 16-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് സാംസ്കാരിക സമ്മേളനവും സമാധാന സദസ്സും ഉണ്ടായിരിക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവറുകളാണ്. അന്ന് നമ്മൾ ആദരിക്കുന്ന വ്യക്തികൾ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും സംയുക്തമായി കരിയർ എക്സ്പോ 2K25 സംഘടിപ്പിച്ചു. ആഗോള വ്യാപകമായി ശൃംഖലകളുള്ള 40-ൽ പരം സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഈ അവസരം ഉപയോഗിച്ചു. 2023, 24, 25 വർഷങ്ങളിലായി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ആർട്സ് വിഷയങ്ങളിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ 20-നും 27-നും ഇടയിൽ പ്രായമുള്ള 700-ൽ പരം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു.
സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടനും സഹൃദയ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ റവറൻ ഡോക്ടർ ജിനോ ജോണി മാളക്കാരനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് കെ എൽ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി, ഡീൻമാരായ പ്രൊഫസർ വി ജെ തോമസ്, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് ജെ, ഡോക്ടർ ഷീബ എം ബി, കരിയർ എക്സ്പോ 2K25 കൺവീനർ മിസ് കരോലിൻ ആൻ്റണി, ജോസഫ് ബാസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. The third one is to live, to act or activities or doing exercises or acting. Then fourth one, that depends on the person and what is within us. And education which carry the Latin word. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തയാളെ കൊടകര പോലീസ് പിടികൂടി. SNDP യോഗം കൊടകര യൂണിയൻ നേതൃസംഗമം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 11ാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും സംയുക്തമായി കരിയർ എക്സ്പോ 2K25 സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.